السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على النبي المصطفى وعلى آله وصحبه أهل الصدق والوفاء. أما بعد. ബഹുമാനാദരങ്ങൾ നിറഞ്ഞ പ്രിയ ഉസ്താദുമാർ, സ്നേഹകുസുമങ്ങളായ കൂട്ടുകാർ, സുന്നി പ്രസ്ഥാന കുടുംബത്തിലെ കർമ്മധീരരായ പ്രവർത്തകർ, 15th എഡിഷൻ പ്രവാസി സാഹിത്യോത്സവിൻ്റെ നിറവിൽ സാമൂഹ്യ തിന്മകൾ വിദ്യാർത്ഥി പ്രതിരോധം എങ്ങനെ സാധ്യമാക്കാം എന്ന കാലിക പ്രസക്തമായ വിഷയത്തെ അധികരിച്ച് അല്പം ഞാൻ സംവദിക്കാം. നാഥൻ തുണക്കട്ടെ. ആമീൻ. കലുഷനിബിഡമായ ഉത്തരാധുനിക യുഗത്തിലെ തികച്ചും അസഹിഷ്ണുത നിറഞ്ഞ സമൂഹ സമക്ഷത്തിലേക്ക് നിങ്ങളുടെ ചിന്തയെ ഞാൻ കൊണ്ടുപോകാം. ലഹരി പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ, അസഹിഷ്ണുത, സ്വന്തക്കാരോടും ബന്ധക്കാരോടുമുള്ള അവഗണന തുടങ്ങി അധാർമികതയുടെ ഒരു പട്ടിക തന്നെ നീണ്ടു നിവർന്നു കിടക്കുന്നുണ്ട് ഇന്ന് നവസമൂഹത്തിൽ. വിവരസാങ്കേതിക വിദ്യയുടെ അനുസ്യൂതമായ ഉയർച്ചയും വളർച്ചയും, സൈബർ ബുള്ളിയിങ്, വ്യാജനിർമ്മിത വാർത്തകൾ, വ്യക്തിഹത്യകൾ, അപരവിദ്വേഷങ്ങൾ ഇവയെല്ലാം അനാശാസ്യ പ്രവണതകൾക്ക് വഴിയൊരുക്കുന്നു. ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ മാനുഷിക ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകളും പൊട്ടലുകളും പരസ്പര ചേരിത്തിരിവുകളും വന്നുകൊണ്ടിരിക്കുന്നു. പക്വതയും പാകതയും വിവേകവും പരിലസിക്കേണ്ട വിദ്യാലയങ്ങളും വെട്ടവും വെളിച്ചവും പ്രശോഭിക്കേണ്ട അക്ഷരമുറ്റങ്ങളും ഇന്ന് ലഹരി എന്ന ഭീകരൻ്റെ കരങ്ങളിലാണ്. ആ മഹാമാരി കേവലം ആരോഗ്യ പ്രശ്നം മാത്രമല്ല വിധാനിക്കുന്നത്, ശാന്തി സമാധാനത്തിൻ്റെ നാമ്പുകൾ തല്ലിക്കെടുത്തപ്പെടുന്നു. തെരുവായ തെരുവുകളിലും പ്രവിശാലമായ കവലകളിലും അഴുക്കുചാലുകൾ വരെ മനുഷ്യ കബന്ധങ്ങളാൽ കുമിഞ്ഞുകൂടുന്നു. നാളെയുടെ വരദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹം ഈ സാമൂഹ്യ തിന്മകളെ വേരോടെ പിഴുതെറിയാൻ ജാഗരൂകരാകണം. അതിനായി നാം നന്നായി അറിവ് സ്വായത്തമാക്കണം. Education is the most powerful weapon which you can use to change the world. ലോകം തന്നെ മാറ്റിമറിക്കാൻ മാത്രം പോന്ന ഏറ്റവും ശക്തമായ ആയുധമാണ് അറിവ്. വൈജ്ഞാനിക കുതുകികളാവണം നാം. സോഷ്യൽ മീഡിയ ലോകത്തെ ചതിക്കുകളെ കുറിച്ച് നല്ല അവബോധമുണ്ടാവണം. അത് ഉത്തരവാദിത്വ ബോധത്തോടെ കൈകാര്യം ചെയ്യണം. അനീതിയുടെയും തിന്മയുടെയും ഉപാസകരെ, ലഹരി കാട്ടാളന്മാരെ കൂട്ടമായി കരുതലോടെ ചെറുത്തു തോൽപ്പിക്കണം. ആ പ്രതിരോധ വഴിയുടെ സാരവത്തായ ആശയതലങ്ങൾ 1400 സംവത്സരങ്ങൾക്കപ്പുറം നമ്മുടെ നേതാവ് മുത്തുനബി നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം യസ്തതി' ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതി' ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. എത്ര ഹൃദയഹാരിയായ വരികൾ! നിങ്ങളിൽ കാണപ്പെടുന്ന സാമൂഹ്യ തിന്മകൾ നിങ്ങളെ കൈത്തലങ്ങളെ കൊണ്ട് പ്രതികരിക്കൂ. അത് അസാധ്യമാണോ? നിങ്ങളുടെ നാക്കിൻ തുമ്പുകൾ കൊണ്ടാകട്ടെ. അതും സാധ്യമല്ലെങ്കിൽ നിന്റെ ഹൃത്തടം കൊണ്ടെങ്കിലും അതിനോട് നോ പറഞ്ഞ് പ്രതിരോധ വലയം തീർക്കണം. വിശാല മനസ്കതയോടെ, തികഞ്ഞ സ്വഭാവ വിശുദ്ധിയോടെ ആവണം പ്രതിരോധത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും. വിശാല മനസ്കതയോടെ, തികഞ്ഞ സ്വഭാവ വിശുദ്ധിയോടെയാവണം പ്രതിരോധത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും. സ്നേഹമസൃണമായ, പാപമുക്തമായ, കറകളഞ്ഞ, മൂല്യബോധമുള്ള ഒരു സമുദായത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്കാകണം. പ്രതിരോധ വഴികളുടെ മർമ്മം തുളുമ്പുന്ന കർമ്മവീതികളെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നന്മയിലേക്ക് മാടി വിളിക്കുന്ന സത്യസനാതന മൂല്യങ്ങളും സുഹൃതങ്ങളും കൽപ്പിക്കുന്ന തിന്മ വിഭാടനം ചെയ്യുന്ന ഒരു സംഘം
നിങ്ങളിൽ നിന്ന് ഉതിർത്തെഴുന്നേൽക്കട്ടെ. ഈ പ്രഖ്യാപനം എത്ര ചിന്തനീയമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വൈറലായ ആ വാർത്ത എനിക്ക് ഓർമ്മ വരുന്നത്. പെണ്ണായി പിറന്ന ഒരു മനുഷ്യജീവി ചെയ്ത നെറികേടും നരാധമത്വവും എന്തിനു വേണ്ടിയായിരുന്നു? അതേ, വൈറലാവാനും റീച്ചിനും വേണ്ടിയും. ഫലമോ, ഒരു നിഷ്കളങ്കനായ കൂട്ടുകാരൻ മനം നൊന്ത് ആത്മഹുതി ചെയ്യേണ്ടി വന്നതല്ലേ നാം കണ്ടത്. അവളോ വൈറലായി, എയറിലായി, ഒടുവിൽ ജയിലിലുമായി. പണസമ്പാദനത്തിന് വേണ്ടി എന്ത് തോന്നിവാസവും ചെയ്യാൻ മടിക്കാത്ത വർഗമായി സമൂഹം അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു തആല എല്ലാ തിന്മകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.